കുമരൻ ദാവൂദിന്റെ സഹോദരനായിട്ട് വരുന്ന ബിൽസേറിയൻ കണ്ടില്ല മാസ്റ്റർമാരെ, നമ്മുടെ സിരിച്ചേട്ടന്റെ കിടിലൻ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വണ്ടി പ്രകാശിന്റെ ഡെലിവറിയാണ്. പെയിന്റിങ്ങിന്റെ ക്ലിയർ കോട്ടിന്റെ ക്വാളിറ്റിയാണ് കാണുന്നത്. അതെ, ഇപ്പൊ എന്നെ നിമ്മലിനെ പിന്നെ അതേപോലെ ബ്ലാക്കിൽ ആ ഒരു നീല വണ്ടി പോലും നിങ്ങൾക്ക് ഇതിൽ ചെറിയ രീതിയിൽ കാണുന്നുണ്ടാവും. അതാണ് പെയിന്റിങ്ങിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ ദീപചേട്ടൻ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ദീപചേട്ടനെ കാണുന്നത്. ഒരു വിഷു കൊടുത്തിട്ട് നമ്മുടെ പിള്ളേരുടെ വണ്ടിയില്ല, നമ്മുടെ വണ്ടി പോലെ ഇത് കണ്ടില്ല മാസ്റ്റർമാരെ, ഈ സാധനമാണ് ഇപ്പൊ പ്രാക്ടിക്കലി ഈ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള വാഹനങ്ങൾ സ്ട്രക്ചർ അടിച്ചും പെയിന്റിങ്ങിന് ഒരുങ്ങിയും പ്രൈമർ അടിച്ചൊക്കെ നിൽക്കുന്നത് കാണാം. ഇതാണ് വണ്ടിപ്രാന്തന്മാർ കൊതിക്കുന്ന പ്രകാശിന്റെ മണ്ണ്. ഓക്കെ, ബൈ ബൈ. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ നമ്മുടെ പ്രകാശിൻ്റെ ബോഡി വർക്ക്ഷോപ്പ്, ബോഡി ബിൽഡിംഗ് യൂണിറ്റിലാണ് കേട്ടോ. നമ്മൾ മുന്നേ പീനയിലുള്ള പ്രകാശിൻ്റെ യൂണിറ്റിലേക്ക് വന്നായിരുന്നു. ഇത് പക്ഷേ ലാൽബാഗിലാണ്. ഇഷ്ടംപോലെ വണ്ടികളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പീനയിൽ ബോഡി വർക്ക്ഷോപ്പിൽ കണ്ടതിൻ്റെ ഇരട്ടി ലാൽബാഗിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇവിടെ. പക്ഷേ വണ്ടിപ്രാന്തന്മാരുടെ സ്വർഗ്ഗ ഭൂമിയിലാണ് ഞങ്ങളുള്ളത്. ഇതിൻ്റെ ചുറ്റോറം കാണാം പലതരത്തിലുള്ള വാഹനങ്ങൾ സ്ട്രക്ചർ അടിച്ചും പെയിന്റിങ്ങിന് ഒരുങ്ങിയും പ്രൈമർ അടിച്ചൊക്കെ നിൽക്കുന്നത് കാണാം. ഇതാണ് വണ്ടിപ്രാന്തന്മാർ കൊതിക്കുന്ന പ്രകാശിന്റെ മണ്ണ്. അതെ, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അതായത് കേരള വണ്ടികളുണ്ട്, തമിഴ്നാട് വണ്ടികളുണ്ട്, കർണാടക ഉണ്ട്, 34 സീറ്റ് വണ്ടി ഉണ്ട്, 49 ഉണ്ട്, സ്ലീപ്പർ ഉണ്ട്. ഈ കാണുന്നതൊക്കെ സ്ലീപ്പർ വണ്ടികളല്ലേ? അതെ, ക്യാപ്പല ഫ്രണ്ടേജോട് കൂടിയിട്ട് സ്ലീപ്പർ ബസ്സുകളാണ് ഉള്ളത്. ഇതിൽ ഏഷ്യർ ഉണ്ട്, അതുപോലെ തന്നെ ലൈലാൻഡും ഉണ്ട്. പിന്നെ ആ വാതിക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ZS വണ്ടി അവിടെ കിടക്കുന്നതാണ്. അതെ, ഷീബയുടെ വണ്ടിയാണ്. ഷെബ ഗ്രൂപ്പ് ഓഫ് കൺസേൺ എന്നാണ് അത് പൊടിയായിട്ട് കാണാത്തോണ്ടാണ്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളാണ് മച്ചാന്മാരെ. ഇതിന്റെ ജസ്റ്റ് ഉള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് സ്ട്രക്ചർ അടിച്ച്, അതായത് സ്ട്രക്ചർ വർക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു സാധനമാണ് ഇനി സ്ലീപ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് വരാൻ പോണേ. നമ്മൾ അല്ലാണ്ട് ഉള്ളിലേക്ക് കയറുന്നില്ല, കാരണം കണ്ട ചിലപ്പോൾ എടുത്ത് ഓടിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ചെയ്താൽ ഇത്ര ആയ സ്ഥിതിക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ റൂം കണ്ടോളി. നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗം പൊക്കി കഴിഞ്ഞാലാണ് എഞ്ചിൻ റൂം കാണാൻ. ഇപ്പം ഇങ്ങനെയും കാണാം നമുക്ക്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സ്വപ്ന തുല്യമായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതൊന്നും കാണിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നു. പിന്നെ മച്ചാന്മാരെ വേറൊരു സംഭവം എടുത്ത് പറയാനുള്ളത്, നമ്മൾ ഇന്ന് വന്നത് വേറെ ലെവൽ വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് സിനിച്ചേട്ടൻ വരച്ച് AJ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വണ്ടി. അതെ, പക്ഷെ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിക്കല്ല, അല്ല തമിഴ്നാട്. കേരള വണ്ടി ഇപ്പൊ എന്തായാലും കളർ കോഡിലല്ലേ, വെള്ളേര് 2 വരാം. ഇല്ല, നമുക്ക് ATP വണ്ടി വരുമല്ലോ. അതുണ്ട്, അത് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം കുമരന്റെ വണ്ടിയാണ്, ദാവൂദിന് സഹോദരനായിട്ടുള്ള വണ്ടിയിലെ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഇവിടെയൊക്കെ ചേട്ടന്മാർ പണിതോണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ വണ്ടികളാണ് മച്ചാൻ. ഇത് കണ്ടില്ലേ, അങ്ങ് അറ്റത്തേക്ക് നോക്കിയാൽ വെച്ചാൽ വെഗയുടെ പുതിയ മോഡൽ ഫ്രണ്ടേജിൽ. ഇപ്പോൾ ആ 2 വെഗയുടെ പുതിയ മോഡൽ വണ്ടിയാണ്. നിങ്ങളിപ്പോൾ കർണാടകേൻ്റെ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവും. നൈറ്റ് സർവീസിലൊക്കെ ഈ ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇത് ഇവിടെ അടുത്തുനിന്ന് കാണിക്കാം. ഈ ഫ്രണ്ടേജ് അത് Z ക്യാപ്പൽ അല്ലേ? അല്ല, Z ക്യാപ്പൽ അല്ല, ഇത് അസ്ത്രയാണ്. ഇത് ക്യാപ്പൽ അല്ല, ഇതും സെയിം വേഗ, പുതിയ മോഡൽ വേഗ. ഇതൊക്കെ പുതിയ മോഡൽ വേഗയാണ്. എന്തായാലും പറയാച്ച പോരാ. പിന്നെ അത് 34 ഇത് 49 തോന്നുന്നുണ്ട്. പക്ഷെ ഇത് നീളം കൊടുത്തത് 49 അല്ലല്ലേ, 12 മീറ്റർ ആണ് തോന്നുന്നുണ്ട്. ഇത് 2 34 സീറ്റായിട്ട് വരാനുള്ള വണ്ടികളാണ്. ഇത് 2 ചെറു വണ്ടികളല്ലേ അല്ലേ? ലൈലാൻഡ് ആണോ ഏഷ്യറാണോ? ഏഷ്യർ 34 ഏഷ്യർ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു കുട്ടനെ കാണാൻ പറ്റുള്ളൂ. കുട്ടനെ കാണാൻ പോയാലോ? അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ വണ്ടി. കുമരൻ ദാവൂദിന്റെ സഹോദരനായിട്ട് വരുന്ന ബിൽസേറിയൻ. കണ്ടില്ല മച്ചാന്മാരെ, നമ്മുടെ സിരിച്ചേട്ടൻ്റെ കിടിലൻ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വണ്ടി പ്രകാശിന്റെ ഡെലിവറിയാണ്. നമ്മുടെ കുമരന്റെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. പോരാത്തതിന് ഒരു ചീഫ് ഗസ്റ്റ് കൂടെ ഉണ്ട് ഇല്ലേ നിമിലെ? നമ്മുടെ സ്വന്തം ദീപു ചേട്ടനാണ്. അതെ, വെറും ബിൽസേറിയൻ അല്ല, ഡോൺ ബിൽസേറിയൻ. അതെ, ഡോൺ ബിൽസേറിയൻ എന്നുള്ള പുതുപുത്തൻ ചേസിൽ പുതിയ ബോഡിയായിട്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇറങ്ങേണ്ടതായിരുന്നു. നമ്മുടെ കുറച്ച് കാര്യങ്ങളും കൂടി വന്നതുകൊണ്ടാണ് ഒരു ദിവസം ഡിലേ ആയത്.
നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സമയത്തൊന്നും ഒരു വണ്ടി ഞങ്ങൾ ഇറക്കലില്ല. ഇന്ന് സൺഡേ ആണല്ലേ, ഇന്ന് അത് രാവിലെ തന്നെ ഇറക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന്റെ വർക്ക് ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, നമ്മുടെ ദീപ് ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം, പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കണ്ടോ, ദീപ് ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് മച്ചാന്മാരെ നമ്മുടെ ബിൽസേറിയൻ്റെ ഒരു ഓവറാൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡിസൈൻ. സിനി ചേട്ടൻ്റെ പെയിന്റിങ്ങിനെ പറ്റി പറയണോ? അതെ, മാന്ത്രികത എന്ന് പറഞ്ഞാൽ വരയുടെ കാര്യത്തിൽ അദ്ദേഹത്തെയാണ്. പ്രത്യേകിച്ച് ഈ ഫിഗർ വരയ്ക്കുന്ന കാര്യത്തിൽ സിനിച്ചേട്ടന് അത്രയും പെർഫെക്ഷൻ ആയിട്ട് ബസ്സിൽ വരയ്ക്കണം വേറെ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, കാരണം ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പക്ക വേറെ ലെവൽസ് ആണ്. പ്രൊഫഷണൽ ആയിട്ട് പുള്ളി, അതായത് അധികം സംസാരിക്കാനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ആളധികം സംസാര കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയുടെ കാര്യങ്ങൾ, അതായത് വരിക, വരയ്ക്കുക, പോവുക, ഫുഡ് കഴിക്കാൻ വരെ പുള്ളി ടൈം 10 മിനിറ്റ് 15 മിനിറ്റ്. വർത്തമാനത്തിലല്ല, അദ്ദേഹത്തിന്റെ കഴിവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതിലാണ്. അത് നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അജയ് ഏറ്റുമാനൂർ, നിങ്ങൾക്ക് അറിയണ്ടല്ലോ, നമ്മൾ പല വീഡിയോയിലും വന്നിട്ടുണ്ട്. AJ ഗ്രാഫിക്സ് നമ്മുടെ അദ്ദേഹത്തിന്റെ ഡിസൈനാണ്. അതെ മച്ചാന്മാരെ, ഇവിടെ മുന്നിലേക്ക് വരുമ്പോൾ പൂജയുടെ കാര്യങ്ങൾ, പൂജയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദീപ് ചേട്ടൻ അവിടെ ഉണ്ട്, നമ്മുടെ കുമാറിൻ്റെ ഫുൾ ടീമുണ്ട്, നമ്മുടെ പ്രകാശിൻ്റെ സ്റ്റാഫ് വന്നിട്ട് പൂജയ്ക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, വണ്ടിയുടെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക്, ബാക്കി റിവ്യൂയിലേക്ക് കിടക്കാം. നമ്മൾ ആൾറെഡി പെയിൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞ് തുടങ്ങിയായിരുന്നു. ഏത് കളറാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്ന കളർ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അല്ലേ? ഇന്ന കളറൊന്നും എടുത്ത് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാ കളറും പറയാം. മേലെ തുടങ്ങി കഴിഞ്ഞാൽ ബ്ലാക്ക് ഉണ്ട്, നീലുണ്ട്, പിങ്ക് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതെ, ഇനിയിപ്പോ എല്ലാ കളറും ഉണ്ട്. പക്ഷെ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു പർപ്പിളിന്റെ ഒരു സംഭവം, പർപ്പിളും ബ്ലാക്കുമാണ് ഹൈലൈറ്റ് ആയിട്ട് കാണാം അല്ലേ? ആ പർപ്പിൾ കളർ നല്ല എറിച്ച് നിൽക്കുന്നുണ്ട്. അതെ, പർപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ പർപ്പിൾ ആണ്, പിങ്ക് ആണോ ചോദിച്ചാൽ പിങ്ക് ആണ്. അതെ, നമ്മളിപ്പോൾ കുറച്ച് പുറകിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ആ ഒരു സൈഡ് വ്യൂ മൊത്തമായിട്ട് കാണാം. പിന്നെ തമിഴ്നാട് വണ്ടി ആയതുകൊണ്ട് തന്നെ ഡബിൾ ഡോറ്, ഫ്രണ്ടിൽ മാത്രമല്ല. ഇപ്പോൾ കേരള വണ്ടികളിൽ നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ മാത്രമേ ഡോർ ഉണ്ടാവുള്ളൂ, ഇത് പുറകിലും ഒരു ഡോർ ഉണ്ടായിരിക്കും. കാരണം തമിഴ്നാട് വണ്ടികൾക്ക് കമ്പൽസറി അല്ലേ? അതെ, അവിടെ കമ്പൽസറി ആണ്. അതെ, അതുകൊണ്ടാണ് ആ ബാക്കിൽ ഡോർ. അതെ, എന്നാലും കേരള സ്റ്റൈലിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളെ വണ്ടികളെ പോലെ തന്നെയാണ് ഇതിൽ പല രീതിയിൽ പല ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. തമിഴ്നാട് വണ്ടിയാണ് തോന്നുന്നില്ല. സിനിച്ചേട്ടൻ പെയിന്റ് ചെയ്ത സമയത്ത് പോലും ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുമ്പോൾ മച്ചാന്മാരെങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ഇതിൽ റിഫ്ലക്റ്റ് ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ? ഇപ്പോൾ ആക്ച്വലി ഇവർ ഇന്നലെ വാട്ടർ മീൻസ് റെയിൻ ടെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ പൊടി അടിച്ചിട്ടുണ്ട്. ആ പൊടി നിങ്ങൾക്ക് കാണാം. എന്നിട്ട് പോലും ആ ക്ലിയർ പെർഫെക്ഷൻ പെയിന്റിങ്ങിന്റെ ക്ലിയർ കോട്ടിന്റെ ക്വാളിറ്റിയാണ് കാണുന്നത്. അതെ, ഇപ്പൊ എന്നെ നിമ്മലിനെ പിന്നെ അതേപോലെ ബ്ലാക്കിൽ ആ ഒരു നീല വണ്ടി പോലും നിങ്ങൾക്ക് ഇതിൽ ചെറിയ രീതിയിൽ കാണുന്നുണ്ടാവും. അതാണ് പെയിന്റിങ്ങിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ആ ഒരു ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, ആ ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ഡൊക്കെ ഉള്ള പോലത്തെ ഒരു ടൈപ്പ്, എന്താ പറയുക, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സിനിച്ചേട്ടൻ അത് വരച്ചിട്ടുള്ളത് അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കാണിച്ചിട്ടില്ല, അവിടെ ഫ്രണ്ടിലത്തെ തിരക്കൊന്നും ഒഴിയട്ടെ, എന്നിട്ട് കാണിക്കാം. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. നമുക്ക് വണ്ടിയുടെ പുറമോടി കണ്ട് ആസ്വദിക്കാം. അതെ, ഇപ്പോൾ ദീപ് ചേട്ടൻ ഉണ്ട്. അയ്യോ, ദീപ് ചേട്ടൻ പോകാനാണ് തോന്നില്ലോ. ദീപ് ചേട്ടൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ദീപ് ചേട്ടനെ കാണുന്നത്. ഒരു വിഷു കൊടുത്തിട്ട് പോയിക്കോട്ടെ. നമ്മുടെ പിള്ളേരുടെ വണ്ടിയില്ല, നമ്മുടെ വണ്ടി പോലെ ദാവൂദ് ഇറങ്ങുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുമരനും കലയമകളും. ശരി, ഓക്കെ, കണ്ടതിൽ സന്തോഷം, പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അച്ഛന്മാരെ ദീപ് ചേട്ടൻ പോയി, പുള്ളി വന്ന് യാത്ര പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോക്ക് ചെറിയ ബ്രേക്ക് എടുത്തില്ലേ? അതെ, നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. അതെ, എക്സൈറ്റ്മെന്റ് കാരണം നമ്മൾ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയുന്നു. അതെ, അതിൽ ഏറ്റവും ടോപ്പ്, അതായത് പെയിന്റിങ്ങിലെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ്, അതായത് ഈ ഒരു ഭാഗത്താണ് മച്ചാന്മാരെ
കാരണം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വിനയിലല്ല അല്ലെങ്കിൽ സ്റ്റിക്കറല്ല, ഇതെന്താണ് വരച്ചെടുത്തതാണ് ഇതിലെ. വരച്ചെടുത്തത് സിനിച്ചേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന തമിഴ്നാട് വണ്ടികളിൽ ഏറ്റവും കിടിലൻ രീതിയിൽ പെയിൻ്റ് അടിച്ച് വന്നിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കുമരൻ്റെ ബിൽസേറിയൻ. മച്ചാമാരെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ വണ്ടി അതായത് ഇപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ ഓണറായിട്ടുള്ള പാർത്ത ഒരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഇത് കണ്ടില്ല മച്ചാമാരെ, ഈ സാധനമാണ് ഇപ്പോൾ പ്രാക്ടിക്കലി ഈ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. അത് സിനിച്ചേട്ടൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടത് തന്നെ മച്ചന്മാരെ വേറെ ലെവൽ സാധനം അല്ലേ നിങ്ങളെ. അതെ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ മച്ചന്മാരെ ഇവിടെ വാണി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനുള്ള വാണിങ്ങാണെന്ന് ചോദിച്ചാൽ ചെക്കൻ ഇറങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഹെവി വർക്കാണ് വരാൻ പോണത്. ഇതിൽ വർക്ക് മൊത്തം എടുക്കുന്നത് കേരളത്തിലെ ആളുകളാണ്. ഇപ്പോൾ പെയിന്റിങ് ആൾറെഡി നമ്മുടെ ഓൾറെഡി കുമരന്റെ ദാവൂദ് ഫുള്ള് വർക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. റീസെന്റ് ഒരു അപ്ഡേഷൻ കഴിഞ്ഞ് ദാവൂദ് പോയിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിലും സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ സലാംസിലാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് നമ്മുടെ സുമിത്തേട്ടനാണ്. അതായത് ഹെവി വർക്കാണ്, ലൈറ്റ് ആവട്ടെ സൗണ്ട് ആവട്ടെ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഒന്നും ഞങ്ങൾ പറയണില്ല, എന്തായാലും ഹെവി സാധനങ്ങൾ വരാൻ പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറിയല്ലോ നിമിലെ. അതെ, ഉള്ളിലേക്ക് മച്ചന്മാരെ. ഇപ്പോൾ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ പുത്തൻ വണ്ടി എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക വല്ലാത്തൊരു സ്മെല്ലാണ്. നമ്മൾ ഈ പുതിയ വണ്ടികളിലേക്ക് കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു റെക്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, അത് വേറെ സംഭവം. വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, മുകളിലേക്ക് നോക്കുമ്പോൾ പലതും ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ് കാണുന്നത്. അതെ, അനാവശ്യമായിട്ടുള്ള ഫിഷ് ലൈറ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ പോലും ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ കുറെ ഓട്ടകളാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നമ്മളിത് ഈ മുകളിലൊക്കെ ക്ലോത്ത് അടിച്ച് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാലും ഇതിൻ്റെ മുകളിൽ പിക്സൽ ചെയ്യാനും അങ്ങനത്തെ പല വർക്കിനായിട്ട് ഇതൊക്കെ വലിച്ച് പറിച്ച് കളയും. വേസ്റ്റ് ഓഫ് മണി. എന്തിനാ അതിന്റെ ആവശ്യം? ഏതായാലും ഇത് പറിച്ച് കളയാം. അപ്പോൾ അത് ചെയ്യാതെ കൊണ്ടേ പോരെ. ഇവിടെയൊക്കെ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവരാദ്യം മുൻകൂട്ടി കണ്ടിട്ട് ബ്ലാങ്ക് ആക്കി വെച്ചു. അത്യാവശ്യം വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇപ്പൊ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതെ, അത് നല്ലതാണ്. ഇതിനെ വെറുതെ അത്രയും പൈസ ചെലവാക്കി ചെയ്യുന്നത്. ഇവിടെ എന്തായാലും പൈസ കൊടുക്കണം. അപ്പോൾ ഇത് കട്ടിന്ന് അത്രയും പൈസ കുറഞ്ഞിട്ടല്ലോ. പിന്നെ സീറ്റുകളൊക്കെ ഇതാ എസ് കെയുടെ സീറ്റുകളാണ്. ഇത് നമ്മളെ ഇപ്പോൾ കേരളത്തിലെ വണ്ടികൾ വരുന്ന ടൈപ്പ് അല്ലല്ലേ നിമലെ? അല്ല, കേരളത്തിലെ വണ്ടികൾക്കും വരുന്നുണ്ട്. ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. വണ്ടിൻ്റെ ഫ്രണ്ട് ഇത്രയും നേരമായിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടില്ല. കാരണം അവിടെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ക്രൂവിനെ പരിചയപ്പെടാം, അവരുടെ പ്ലാനുകൾ നമുക്ക് ചോദിച്ചറിയാം. അതിനുശേഷം നമുക്ക് പോയി. മാത്രമല്ല ഇപ്പോൾ ക്യാബിനൊക്കെ അടിച്ചു തുടങ്ങിയിട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമ്മൾ ഫസ്റ്റ് മൈലാഞ്ചിൻ്റെ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ക്യാബിനല്ലേന്നു. നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സിനൊക്കെ കാണുന്ന മാതിരി ആ ഒരു കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സംഭവം പ്രകാശം അത്രത്തോളം അന്ന് അപ്ഡേറ്റഡ് അല്ലായിരുന്നു. ഇപ്പോൾ ക്യാബിനൊക്കെ അടിച്ചു തുടങ്ങിട്ടോ. ഈ റെക്സിനല്ല, കോഴിക്കോടിന്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. മച്ചാമാരെ നമ്മുടെ കുമരന്റെ ടീം നമ്മളൊപ്പം കിട്ടിയിട്ടുണ്ട്. പാർത്ഥ സാർ, ഫുൾ നെയിം പാർത്ഥ ആണ് ഓളിനോട്. കാരണം നമ്മളായിട്ട് ഒരുപാട് കാലമായിട്ട് കോൺടാക്റ്റുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ കുമരന്റെ അതായത് ദാവൂദിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പുത്രൻ അല്ലേ? അപ്പോൾ எப்படி இருக்கு, என்ன நினைக்கிறீங்க? நல்லா வந்திருக்கு. ஜினி சேட்டனும் நல்லா வந்துட்டு ஒர்க் பண்ணி கொடுத்துருக்கு. பாடி நாங்கள் நினச்சதை விட நல்லா வந்திருக்கு. இன்ட்ரடியூஸ் பண்ண வெங்கடேஷ் அண்ணா, வெங்கடேஷ் ஆமாம், சச்சின், பவின் எல்லாம் நம்ம ஃப்ரெண்ட்ஸ், நம்ம டீம் ஃபுல்லாக எல்லாம் குமரன் டீம். ആക്ച്വലി ഇവരെ നമ്മ മുന്നാടി പാത്തിരിക്കേ ഒരു 2 വർഷം മുന്നാടി അല്ലേ? നമ്മളെ ഗന്ധർവനും കൊണ്ട് നമ്മൾ ഗോവ ട്രിപ്പ് പോയിണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ മച്ചന്മാരെ ഒരു കാര്യം പറയല്ലേ, ഇവരെല്ലാവരും ഒരു ടീമാട്ടോ. നമുക്ക് എന്തായാലും എല്ലാവരും കൂടെ ചേർത്ത് ഒരു ക്ലിപ്പും കൂടെ എടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിരിക്കാം. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ഇത്രയും നേരമായിട്ട് കാണിച്ചിട്ടില്ല. കാരണം പൂജ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഒന്ന് ഫ്രീ ആയത്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. സിനിച്ചേട്ടൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് ഫ്രണ്ടിലും എടുത്തു പറയാനുള്ളത് അല്ലേ പോലെ? അതെ, അതായത് നമ്മൾ ബോഡിയിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഫ്രണ്ടിലാണ് അതിൻ്റെ ഫിനിഷിങ് കിടക്കുന്നത്. കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ടിലാണ് ശ്രദ്ധിക്കുക. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ഇടിലനായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം. വേറെ സംഭവം പറയാനുള്ളത്, ഇവരുടെ ഫോണ്ട് സെയിം, അതായത് നമ്മൾ ദാവൂദിലൊക്കെ കണ്ട അതേ ഫോണ്ട് തന്നെ ആണെങ്കിൽ കൂടെ അതിലൊരു റെഡ് കളർന്ന ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഒരു വണ്ടിയുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്തില്ല. പർപ്പിൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അതെ, പിന്നെ എഡിഷൻ നെയിം ആണെങ്കിൽ പോലും ഡോൺ ബിൽസേറിയൻ എന്നുള്ള ആ ഒരു എഡിഷൻ നെയിമിൽ പോലും ആ ഒരു കളർ തീം കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്.
പിന്നെ ഒരു എന്താ പറയുക ഒരു കൂറ്റനാട് അല്ലെങ്കിൽ ഒരു എവിടെ നിൽക്കലേ ചെമ്പരിയാട് അല്ലേ? ചെമ്പരിയാടാണോ കൂറ്റനാടാണോ? എന്തൊരാട്. പിന്നെന്താ വെച്ചാൽ ഈ ഫോണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ജസ്റ്റ് സ്റ്റിക്കർ അടിച്ചു തന്നെ ഉള്ളൂ. ഇതൊക്കെ നെയിം ബോർഡിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റിക്കർ വേറെ രീതിയിൽ വൃത്തിയിലടിക്കും. താൽക്കാലികത്തിന് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടുന്ന് ഇറക്കി കൊണ്ടാകുമ്പോൾ ആ പാകത്തിന്. അതെ, ഇപ്പം എന്തായാലും ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ഒരൊറ്റ ക്ലിപ്പും കൂടെ എടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒറ്റ ഇത് തന്നെ നമ്മുടെ ബാക്കിൽ മച്ചാന്മാരെ ഇപ്പോൾ പ്രകാശിലാണ് നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ തൊട്ട് പുറകിലായിട്ട് ഒരു വണ്ടി കാണാം. ഇതൊരു സ്ലീപ്പർ വണ്ടിയാണ്. ഇതിന് ഈ ഒരു മിറർ കണ്ടില്ല മച്ചാന്മാരെ, ഇത് ആക്ച്വലി നിങ്ങൾ പല വണ്ടികളും കണ്ടിട്ടുണ്ടാവും. ഇത് ഫോൾഡബിൾ ആണ്. സത്യം പറഞ്ഞാൽ നമുക്കിത് മുന്നേ ഇങ്ങനെ ഫോൾഡബിൾ ആണ് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഈ ഒരു മിറർ ഒരു പെയറിന് തന്നെ 35,000 രൂപയാണ് വരുന്നത് അല്ലേ? 4,000 രൂപ എന്തോ പറഞ്ഞത്. ഇത് വോൾവോ മിറർ ആണ്. വോൾവോന്റെ മിറർ ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. നമുക്ക് കൊള്ളാം. അതെ, പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലും വളവൊക്കെ ഒടിച്ചിട്ട് കിട്ടാത്ത കേസിലൊക്കെ ഇതേപോലെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, തട്ടലൊക്കെ ഒഴിവാക്കാം. പിന്നെ ഇത്രയും എക്സ്പെൻസീവ് ആയതാണ് പ്രശ്നം. കാരണം നമ്മളെ സാധാ മിററിനൊക്കെ ഇതിൻ്റെ പകുതി പോലും വില ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ തൊട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രോ എടുത്തതെന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പുറത്തെ സൈഡാണ്. ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി റിവ്യൂലല്ല റീലിൽ ഇടയ്ക്ക് വൈറലായിട്ടുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡെവിൻ കാർലോസ് പടവീടൻ. അതെ, ഡെവിൻ കാർലോസ് പടവീടൻ, നമ്മുടെ ഗജവീര, അതായത് എക്സ്പ്ലോറർ ഗജവീര, ഇതിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ ഒരു വണ്ടി അതിൻ്റെ റീലിലെ പോലെ. അതെ, അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോൾ ഫ്രണ്ടൊക്കെ ഇപ്പോൾ ZS3 ആണല്ലോ. അപ്പോൾ ZS3യിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കളറ് അത്ര, അതായത് ഇത് ഓറഞ്ചാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ 8 കാലിക്ക് പകരം സിംഗമാണ് കൊടുത്തിട്ടുള്ളത്. സിംഗം ജസ്റ്റ് ഒന്ന് ആ സൈഡിലേക്ക് പോവാം. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് വേറെ കാര്യമുണ്ട്. എക്സ്പ്ലോറർ രാജവംശേൻ്റെ കളറും ഗജവീരൻ്റെ ഡിസൈനും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സാധനമാണ്. സംഭവം എന്താ വെച്ചാൽ ഈ ഡിസൈൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ 3D ഡിസൈനാണ്. ഇത് നമ്മുടെ ഒരു ഒത്തൻറ്റിക് കേരള ടച്ചാണ്. നമ്മുടെ സ്വന്തം ഡിസൈനാണ്. കാരണം ഇതിൻ്റെ ഇപ്പം ഗജവീര ആയിക്കോട്ടെ പടവീടൻ ആയിക്കോട്ടെ, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ടീമിൻ്റെ വണ്ടികളാണ്. എത്ര വട്ടത്തിൽ കയറിയിട്ടുണ്ട് നമ്മൾ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ മച്ചാന്മാരെ, ഒരുപാട് വണ്ടികൾ ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ട്. അതും കൂടെ കാണിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വല്ലാണ്ട് ഇവിടെ അനുമതി ഇല്ല. സ്കൂൾ ബസ് കണ്ടോളി. നമ്മൾ സ്കൂൾ ബസ്സാണ് നമ്മുടെ തൊട്ട് ബാക്കിലേക്ക് കാണുന്നത്. അതെ, മെഗാ ഫ്രണ്ടേജില്ലേ? അതെ, ഇത് 2 ഹെഡ്ലൈറ്റും ഉള്ളൂ. ഒരു വലിയ ഹെഡ്ലൈറ്റും ഒരു ചെറിയ ഹെഡ്ലൈറ്റ്. നമ്മുടെ KSRTC വരുന്ന ആ ഒരു ടൈപ്പ്. അതെ അതെ അതെ. പിന്നെ മച്ചന്മാരെ, സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? കാരണം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ്, ആവശ്യത്തിനുള്ള റെസ്ട്രിക്ഷൻ. നിങ്ങൾക്കറിയാലോ, ഇവിടെ റീസെൻ്റ് ആയിട്ട് 1-2 ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് അതിനുശേഷം ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ജസ്റ്റ് പറഞ്ഞുതരാം, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു നേരത്തെ നമ്മൾ വീഡിയോ എടുത്തില്ലേ, അതിന് തൊട്ടപ്പുറത്താണ് ഇതിൻ്റെ പെയിൻറ്റിംഗ് ബൂത്തും കാര്യങ്ങളും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സെക്ഷനിൽ ഈ ബിൽഡിങ്ങുകളിലെ അതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇതിനുള്ളിലേക്ക് ഇഷ്ടം പോലെ വണ്ടികളാണ്. ഇവിടെ ഇങ്ങനെ 4-5 വണ്ടികളുള്ളെങ്കിലും അവിടെ ഒരു 40-50 വണ്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ. പക്ഷേ വരെ നമ്മുടെ ക്രൂവിലെ അടുത്ത മെമ്പറിനെ കിട്ടിയിട്ടുണ്ട്, വെങ്കിട്ടേഷ് അണ്ണ. நம்ம செகண்ட் வண்டி பிஸ்லேரியன், ஃபர்ஸ்ட் வண்டி தாவூது. எப்படி குமரன் ஃபார்ம் ஆச்சு? ஆக்சுவலி உங்களுக்கு தெரிஞ்சது எல்லாமே குமரன் மட்டும்தான். ஏன்னா குமரனுக்கு முன்னாடி நிறையா ஹிஸ்ட்ரியில் இருக்குது. கேஜிஎஃப்பில் சொல்கிற மாதிரி நிறையா ஹிஸ்ட்ரிலாம் வந்துட்டு இருக்குது. அது என்னென்னா வந்துட்டு ஸ்டார்டிங் வந்துட்டு பேஸ்ட் வந்து ட்ரிப் ஆன் ஹாலிடேஸ் வந்துட்டு நிறைய பேருக்கு தெரியாது, தமிழ்நாட்டுக்காருக்கு வந்து தெரியும். பேக்கேஜ் ஆமாம். ட்ரிப் ஆன் ஹாலிடேஸ் வந்து நம்ம ஸ்டார்ட் பண்ணி ஒரு 12 இயர்ஸ் ஆச்சு. அதில் ஒரு கஷ்டமான கடின உழைப்புகள், நிறைய எதிர்ப்புகள், இந்த மாதிரிலாம் வந்து நல்ல ஒரு சக்ஸஸான 12 இயர்ஸ் முடிஞ்சிச்சு. இது 13 இயர்ஸ் போயிட்டுருக்கு. இதில் ஒரு நல்ல ஒரு உழைப்பும் நல்ல ஒரு கஸ்டமர் சாட்டிஸ்ஃபேக்ஷன் எல்லாம் இருக்கிறதுனால தான் அடுத்த ஒரு பிளான் பண்ணணும், ஒரு பஸ்ஸு போடலாமா அப்படின்னு சொல்லிட்டு ஒரு பிளான் பண்ணியிருந்தோம். அந்த பிளான் அப்போ தான் வந்துட்டு எனக்கு அந்த ட்ரிப் ஆன் ஹாலிடேஸ்லேருந்து கலைமகள் கோவை, அதாவது மொத்தம் 2 கலைமகள் இருக்குது. கோவை கலைமகள் ஒன்று, சங்ககிரி கலைமகள் ஒன்று. சங்ககிரி கலைமகள் தான் வந்துட்டு எனக்கு இந்த ஒரு 12 வருஷம் ஒரு பேக்கேஜுக்கு வந்து நல்லா ஃபுல் சப்போர்ட் பண்ணாங்க வச்சாங்க. அப்போ அவங்களோட உதவியில் வந்துட்டு அவங்ககிட்ட போய் நான் கேட்குறேன், எனக்கு வந்துட்டு ஒரு பஸ் ஒன்று போட்டுத்தாங்க, நான் வந்துட்டு நல்லபடியாக பண்ணுறேன் வைக்கிறேன், உங்களோட சப்போர்ட் வேணும் எனக்கு அப்படின்னு சொல்லி கேட்கும்போது அவங்ககிட்ட இருந்த ஒரு விசுவாசம், அந்த விசுவாசத்துக்காக வந்துட்டு என்ன பண்ணுறாங்க, சரி ஓகே உனக்கு நான் வந்துட்டு சப்போர்ட் பண்ணுறேன் அப்படின்னு சொல்லிட்டு எனக்கு ஒரு பஸ்ஸு வந்துட்டு பண்ணணும்னு சொல்லிட்டு நாங்கள் எல்லாம் பிளான் பண்ணுற வைக்கிறோம். அதுக்காக எனக்காக அவங்க வந்து நிறைய கஷ்டப்பட்டாங்க வச்சாங்க, நிறைய ட்ராவலிங் பண்ணோம் வச்சோம், சேஸ்லாம் வந்து தேடினோம். ஸ்டார்டிங் வந்துட்டு எங்களுக்கு வந்துட்டு புது சேஸ் எடுக்கிற அளவுக்கு நாங்கள் பெரிய பேக்ரவுண்டில் கிடையாது. என்னோடய ஃபேமிலி பேக்ரவுண்டில் வந்துட்டு இதுதான் வந்து ஃபஸ்ட்டு பஸ்ஸு. சில பேர் வந்துட்டு பஸ் வச்சுருக்கவங்க தான் பஸ் வாங்குவாங்க தமிழ்நாடு சைடில். பட் வந்து தமிழ்நாடு சைடில் ஒரு புது ஆள் பஸ் வாங்கணும்னா சாதாரண விஷயம் கிடையாது, ரொம்ப கஷ்டமான ஒரு விஷயம். அப்போ வந்துட்டு அவங்ககிட்ட கேட்கும்போது எனக்காக அவங்க வந்து நிறையா சப்போர்ட் பண்ணி நிறையா அலைஞ்சு ஒரு சேஸ் ஒன்று பார்க்குறோம், செகண்ட்ஸில் வந்து ஒரு சேஸ் வாங்குகிறோம்.
அப்புறம் பிரகாஷில் வந்துட்டு நல்லா பாடி பில்டுவாங்கன்னு சொல்லிட்டு நிறைய யூடியூப்லாம் பார்த்துருக்கோம். ஃப்ரெஷ்ஷாக பாடி பண்ண ஃப்ரெஷ்ஷாக பண்ணோம். அப்போது ஒரு சைடில் வந்துட்டு தமிழ்நாட்டுக்கார் வந்துட்டு கரூரில் பண்ணணும்னு நினச்சிச்சு. அப்போது நம்ம வந்து முழுக்க கேரளா ஸ்டைலில் தான் வந்து நாங்கள் எல்லாருமே ஃபோக்கஸ் பண்ணுவோம். அப்போ கேரளாவில் எல்லாருமே வந்து பிரகாஷ் தான் போட்டிருந்துச்சு. அப்போ தமிழ்நாட்டில் நம்ம ஃபஸ்ட் டைமாக வந்துட்டு ஒரு பிரகாஷில் வந்துட்டு பாடி போடலாம் அப்படின்னு சொல்லிட்டு எல்லா கலைமகள் டீமோட நாங்கள் பிரகாஷ் வந்துருந்தோம். பிரகாஷ் வந்து பாடி பில்டர் வந்துட்டு என்ன கோட் ஆகுது என்னன்னு சொல்லி எல்லாம் வந்துட்டு என்கொயரிலாம் கேட்க வைக்கிறோம். அப்புறம் சொல்கிறாங்க இவ்வளோ அமௌண்ட் ஆகும் அப்படின்னு சொல்லிட்டு. அப்போ உடனே வந்துட்டு எல்லாம் ஓகே ஆயிடுச்சு. கிளம்பி வரோம், செக்கோடு வரோம். வந்துட்டு பிரகாஷில் வந்து ஒரு செக் கொடுத்துட்டு எல்லாம் ஃபிக்ஸ் பண்ணிவிட்டு சேஸ் கொண்டு வந்துட்டு இங்கே விடுறோம். இப்படி தான் வந்துட்டு குமரன் வந்து ஸ்டார்ட் ஆகுது. தென் ஃபர்ஸ்ட் வண்டி தான் தாவூத். ஓகே கேமரா தாவூத். அதுக்கப்புறம் 1 இயர் முடிஞ்சது. ஆமாம் 1 இயர் முடிஞ்சு. 1 இயர் கழிச்சு உடனே வந்துட்டு ஒரு வண்டி என்னடா 2வது வண்டி போடுறாங்களே அப்படின்னு சொல்லிட்டு நிறைய பேர் பார்க்கலாம். என்னடா கேட்குறாங்க எப்படி 2வது வண்டி அதுக்குள்ளேயே அப்படின்னு சொல்லிட்டு. ஏன்னா எல்லாரும் சொல்லுவாங்க உன்னோட பேக்ரவுண்டு வந்துட்டு கம்மி தானே, நீ எப்படி அதுக்குள்ளே வந்து 2வது வண்டி இந்த மாதிரி ஒரு சில பேச்சில் பெரிய டீமே இருக்கு. அது வந்துட்டு என்னென்னா சில அந்த ஒரு எகென்ஸ்ட் இருக்கும், சக்ஸஸ் இருக்கும், இந்த மாதிரி வந்துட்டு நம்ம ஃப்யூச்சரில் வந்து நிறைய இருக்குது. அப்போது செகண்ட் வண்டிக்கு என்ன ரீசன்னா நல்ல சக்ஸஸ் 1 இயரில் நல்ல கஸ்டமர் சாட்டிஸ்ஃபேக்ஷன். நம்ம பஸ்ஸு பார்த்தா வந்துட்டு கேரளா கொம்பன் மாதிரியும் தமிழ்நாட்டில் வந்து குமரன் ஒரு நேம் வந்துட்டு அந்த 1 இயரில் கிடச்சிச்சு. அப்போ வந்து நம்ம இன்னொரு வண்டி இது பண்ணலாம். நம்ம கஸ்டமர் தான் நல்லா சாட்டிஸ்ஃபேக்ஷன் பண்ணுறோமே, நல்லா பர்ஃபெக்டாக வந்துட்டு வண்டி நீட்டாக கஸ்டமர் என்ன டைமிங்கில் கேட்குறாங்களோ அந்த டைமிங் பஞ்சுவாலிட்டி வந்துட்டு எங்களோட சைடில் ஃபஸ்ட் கிளாஸாக இருக்கும். இதை வந்து நாங்கள் ஸ்டார்டிங்லேருந்தே வந்துட்டு பிளான் பண்ணது. அப்போ ஃபாலோ பண்ணால் நல்ல ஒரு ரிவ்யூ கிடச்சிச்சு. அப்போது செகண்ட் பஸ்ஸுக்கு பிளான் பண்ணலான்னு சொல்லிட்டு ஒரு பிளான் பண்ணுறோம். ஒரு பிக் பட்ஜெட் தமிழ்நாட்டிலே வந்துட்டு இப்படி ஒரு பட்ஜெட்டில் யாரும் போடக்கூடாதுங்க ஒரு பிளான் பண்ணுறோம். அப்போ பிளான் பண்ணும்போது தான் வந்துட்டு ஒரு BS6லேயே போட்டுடலாம். லைலாந்து அசோக் லைலாண்டில் BS6லேயே பிளான் பண்ணிடலாம். ஃபஸ்ட் வண்டி தான் நம்ம வந்துட்டு செகண்ட் சேஸ் வாங்கிட்டோம். செகண்ட் வண்டினாச்சு BS6ல் போட்டலாம்னு ஒரு பிளான் பண்ணுறோம். ஓகே டன். BS6 எடுக்கிறோம், பிரகாஷ் வரோம், சேம் செக் கொடுக்குறோம், பாடி பில்ட் பண்ணி இப்போ டான் பிரிசேரியனா வந்து செகண்ட் வண்டி நின்றுக்குது. இப்போ இங்கே நிற்கிறான் டான் பிரிசேரியன். தேங்க்யூ ஸோ மச். இன்னொரு மேட்டர் கூட இருக்குது. ஃபியூச்சரில் வேறு சம்பவம் வேறு ஃபியூச்சரில் ஒரு வண்டி வரப்போகுது, அதை பற்றி ஏதாவது சொல்ல விரும்புறீங்களா? கண்டிப்பாக நீங்கள் கரெக்டாக தான் கேள்வி கேட்டிருக்கீங்க. ஃப்யூச்சரில் வந்துட்டு ஒரு சூப்பர் ஐடியா வச்சுருக்கோம். ஒரு 2 ஸ்லீப்பர் வந்துட்டு போடலான்னு சொல்லிட்டு கோட் வாங்கியிருக்கோம் பிரகாஷில். ஒரு 2 டேஸ்க்கு முன்னாடி தான் வாங்கியிருக்கோம். கூடிய விரைவில் வந்து சேஸ் வந்து பிரகாஷ்க்கு வந்துடும். ஒரு 2 or 3 monthஸில் வந்துட்டு புக் ஆயிடுச்சு. லைலாண்டு 36 ஸ்லீப்பர் பஸ் வந்துட்டு இப்படி இருக்குமா? இதோட சூப்பராக இருக்கும். நல்ல ஒரு வண்டி வந்துட்டு இன்னைக்கு கூடி விரைவில் வந்து சேஸ் வந்துடும். ரூட் ஃபிக்ஸ் ஆச்சா? ரூட் ஃபிக்ஸ் ஆகல, அது சர்ப்ரைஸ். ஏன்னா வந்துட்டு நம்ம நைட் ட்ராவல்ஸ் பொறுத்தளவு வந்துட்டு அது ஒரு ஐடியாலஜியில் தான் வந்துட்டு சக்ஸஸ் பண்ண முடியும். கண்டிப்பாக. ஏன்னா இது நம்ம டூரோடதில் வந்துட்டு ஒரு 12 years எக்ஸ்பீரியன்ஸ் இருக்குது. பட் நைட் ட்ராவல்ஸில் வந்து நமக்கு எக்ஸ்பீரியன்ஸ் இல்லை. பட் வந்துட்டு அதை நான் இப்போ லெசன் பண்ணிட்டு இருக்கிறேன். அப்போது நம்ம அதை ஒரு ஐடியாலஜியில் பண்ணால் மட்டும்தான் அந்த சக்ஸஸ் ஆகும். நம்ம அது ஓப்பனாக வந்து நம்ம இதுதான் அப்படின்னா நமக்கு சக்ஸஸ் ஆகாது. பிசிலேரியனோட பெர்மிட் பற்றி கேட்கலாமா? கேட்கலாம். இது சிசியா? ஆக்சுவலி வந்துட்டு பார்த்தீங்கன்னா வந்துட்டு தமிழ்நாட்டில் மோஸ்ட்லி ஆஃப் பஸ் வந்துட்டு பார்த்தீங்கன்னா ஸ்பேர் பஸ்ஸஸ் மட்டும்தான் வந்துட்டு இருக்கும். நீங்கள் ஸ்பேர் பஸ் தான் வந்து டூரிஸ்ட் பஸ்ஸாக வந்து இருக்கும். பட் வந்துட்டு நம்மக்கிட்ட வந்து ரூட் நான் உங்கள்கிட்ட முன்னாடி சொன்ன மாதிரி தான் நம்ம வந்துட்டு கஷ்டப்பட்டு வந்து தான் பஸ்ஸு போட்டு உழைச்சி வந்தது, கீழேருந்து மேலே வந்தது. அப்போது வந்துட்டு நம்ம இன்னொருத்தர்கிட்ட ஃபஸ்ட்டு பஸ்ஸே வந்துட்டு இன்னொருத்தரோட நேமில் தான் வந்திருக்கு. பட் அவரோட நல்ல உதவினால இன்னி வரைக்கும் நல்லபடியாக வந்துட்டு பர்மிட் போட்டு நல்லபடியாக சப்போர்ட் பண்ணுறதுனால அந்த பஸ் சக்ஸஸாக ஓடிட்டு இருக்குது. முன்ன அவர் மாதிரி எனக்கு இன்னொருத்தர் கிடைப்பாங்களான்னு எனக்கு தெரியல. சரி எதுக்கு அது வந்துட்டு அந்த மாதிரி இருக்கணும், சிசி பண்ணிட்டா நம்ம பேர்லேயே இருக்கும் அப்படின்னு சொல்லிட்டு நான் சிசி அது 1,60,000 டேக்ஸ் கட்டினாலும் பரவாயில்லைன்னு. ஆமாம் 60,000 கட்டணும். பெர் சீட்டுக்கு வந்து 3,000 வந்துட்டு நம்ம பே பண்ணோம் தமிழ்நாடு டேக்ஸ். അത് അച്ഛന്മാരെ നമ്മൾ തെരഞ്ഞെടുന്ന ആളെ കിട്ടിയിട്ടുണ്ട്. അന്ന് തൃശ്ശൂരിൽ പിന്നാലെ പോയിട്ടും കിട്ടാത്ത നമ്മളെ ഹെവി ഡ്രൈവർ ആയിട്ടുള്ള ഇപ്പോഴും നമ്മുടെ ബിൽസേരിയന്റെ സാരഥിയായിട്ട് പ്രൊമോഷൻ കിട്ടിയില്ലേ? കിട്ടി. എന്ത് തോന്നുന്നു? சந்தோஷமாக இருக்குது. அடுத்த புது வண்டிக்கு என்னை கூப்பிட்டுருக்காங்கன்றப்ப நான் எடுக்கிறேன்றப்ப ரொம்ப சந்தோஷமாக இருக்குது. ரொம்ப நம்புகிறாங்க. நான் அந்த ஓட்டுனதை வச்சு நம்பி அவங்க 2வது புது வண்டி என்னை டெலிவரி எடுக்க வச்சுருக்காங்க. எனக்கு ரொம்ப சந்தோஷமாக இருக்குது. தாவூத் என் குழந்தை. அவருக்கு இப்போ பார்த்துக்க சொல்லி கொடுத்துருக்கேன். அவர் டீச்சர் ஸ்கூலில் வேறு ஸ்கூலில் சேர்த்திருக்கேன். நம்ம டீமில் 3 வெங்கடேஷ். ஆமாம் ஆமாம்.
3 வெங்கடேஷ். இவங்க வந்து வெங்கடேஷ், இவங்களும் வெங்கடேஷ். புது தாவூத் டிரைவர் பேர் வெங்கடேஷ். இப்போ மாத்திருக்க ரீசெண்ட் டிரைவர் பேரும் வெங்கடேஷ் தான். இனி ஊருக்கா அதான்? ஆமாம், இனி வந்துட்டு ஊருக்கு தான். இனி வந்துட்டு ஆர்டிஓ ஒர்க்லாம் வந்துட்டு இருக்குது. ஆர்டிஓ ஒர்க் முடிஞ்சோடனே வந்துட்டு ஒரு விதமான லைட் செட்டிங்கும் சவுண்ட் சிஸ்டமும் வந்துட்டு பண்ணலாங்கிற ஒரு ஐடியா கேரளாவில். ஆமாம், கேரளாவுக்கு. அது ஃபர்ஸ்ட் வந்து சலாம்ஸ் தானே? சலாம். ஆமாம், அதுக்கப்புறம் சுமித் கிரியேஷன் நேம் போர்டு போட்டுச்சு. சலாம்ஸோடது லைட்டிங்கு செட்டு பண்ணிச்சு அந்த வண்டியில். இந்த வண்டியில் சலாம் செட்டும் சுமித்தனோட ஆடியோ இது லைட்ஸும் போடுது ഫുള്ളാ. സുമിത്ത് ലൈറ്റ്സും ആഡിയോസും. അപ്പോൾ സമരം നമ്മുടെ ലാൽബാഗിലെ പ്രകാശിൻ്റെ ബോഡി വർക്ക്ഷോപ്പിൽ നിന്നും വണ്ടി തൊട്ടുപുറത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രകാശിൻ്റെ ബോഡി വർക്ക്ഷോപ്പ് തൊട്ടുപുറത്ത് ആ കാണുന്നതാണ് പ്രകാശിൻ്റെ ബോഡി വർക്ക്ഷോപ്പ്. അവിടെയാണ് മെയിൻ എൻട്രൻസ്, ഗേറ്റ് കാര്യങ്ങളൊക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ ഓർഡർ വന്നു. അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ പാർത്തിക്കൊക്കെ അവിടെയുള്ള ഒരു കോൺടാക്റ്റ് കൊണ്ടാണ് നമ്മൾ അത്ര ക്ലിപ്പെങ്കിലും എടുത്ത് കേട്ടോ. അപ്പോൾ വണ്ടി ഇതേ ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ വന്നിട്ടുണ്ട്. ലൈറ്റ് അടിക്കുമ്പോൾ, അതായത് വെളിച്ചം വണ്ടിയിലേക്ക് വരുമ്പോൾ വേറൊരു ഭംഗിയാണ് വണ്ടിക്ക് കാണാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും വണ്ടിയുടെ ആ ഒരു പൂജയും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ റെൻഡറിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം കഴിഞ്ഞു. വണ്ടി ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? வரதா நீ கலக்க போறீங்களா? மாஸே பண்ண போறீங்க. எப்படி ஆனாலும் கேரளா தான் வர போகிறீங்க. எங்கே போனாலும் கேரளா தான் போகிறோம். ஓகே, நாங்களும் ரொம்ப ரொம்ப ஹாப்பி தான். என்னன்னா உங்கள் சப்போர்ட்டுக்கு ரொம்ப ரொம்ப தேங்க்ஸ். வாழ்த்துக்கள். கண்டிப்பாக தேங்க்ஸ். லாஸ்ட் மினிட்ல சொன்னதுக்கு வெரி வெரி ஆல் தி பெஸ்ட். இல்லை லாஸ்ட் டைமில் வந்து கன்ஃபார்ம் பண்ணேன், எதுவுமே இல்லாமல் நல்லா வந்து பண்ணி கொடுத்தேன். ஆக்சுவலி ரொம்ப நாளான ஆசை தாவூதோட வீடியோ எடுக்கணும் എന്നുള്ളത്. இதுவரைக்கும் முடியல, ஆனால் நம்ம எடுப்போம். சீக்கிரத்தில் கிட்டாது. கொஞ்சம் கஷ்டப்பட்டாதான் കിട്ടും. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പോൾ പമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വാട്ട്സ് യു പ്ലാൻ? இப்போ என்ன பண்ண போகிறேன்? നേരെ டேரெக்டாக டெஸ்ட் கழிஞ்சு எல்லா வீடியோ வரும். வெங்கடேஷ் அண்ணா சொல்லிட்டாங்க. ஓகே, അപ്പോൾ அதுக்கப்புறம் നാം ഒരു വീഡിയോ കൂടെ ആയിട്ട് വരും. അപ്പോൾ കാണാം. താങ്ക് യു. അപ്പോൾ അച്ഛന്മാരെ നമ്മളിതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മൈക്കൊന്ന് ഇവിടെ കൊടുക്കട്ടെ. സോ അച്ഛന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ് നമ്മുടെ SPS-ൻ്റെ ആശാരിവരുണ്ട്. അപ്പോൾ എന്തായാലും വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. So much, this is Saigun signing off.